ഹലോ, സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റി മാങ്ങാച്ചാർ റെഡിയാക്കാനായിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക് പൊട്ടിക്കുക. ഉലുവായും ഇട്ട് അതും പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിവിടെ കറിവേപ്പില അവൈലബിൾ അല്ല. നമ്മുടെ മാങ്ങാച്ചാറിന് എന്തായാലും കറിവേപ്പില നമുക്ക് ആവശ്യമാണ്. അപ്പം നിങ്ങൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. ഇനി നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ഇല്ലെങ്കിൽ കട്ടക്കായം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വരണ്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല കളർ കിട്ടത്തുള്ളൂ. ഇനി നമ്മളിതിലേക്ക് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗറിനകത്തുള്ള വെള്ളമൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെ ആകണം. ഇതുപോലെ പേസ്റ്റ് പോലെ ആയതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നിങ്ങൾക്ക് എത്രയും വലുപ്പത്തിൽ വേണോ ആ രീതിയിൽ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലേക്ക് ഉപ്പും പുരട്ടി വെച്ച മാങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് അങ്ങ് വെന്ത് പോവും. നമുക്ക് ആ കട്ടിയായിട്ട് മാങ്ങ കിട്ടത്തില്ല. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി വിതറി കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി. താങ്ക്